ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഓക്കെ, നമുക്കിന്ന് അടുത്ത അക്ഷരങ്ങൾ എങ്ങനെ ടൂലൈനിൽ എഴുതാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒട്ടും സമയം കളയാനില്ല, ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഓരോന്നും കിട്ടുള്ളൂ. നിങ്ങൾക്കത് ടൂലൈനിലൊക്കെ എഴുതുമ്പോൾ എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. വരെ നമ്മൾ പഠിച്ച് കഴിഞ്ഞു, എങ്ങനെ ടൂലൈനിൽ എഴുതാം എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 3 അക്ഷരങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരക്ഷരം പിന്നെ 2 അക്ഷരം അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ വന്നപ്പോൾ 3 അക്ഷരത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അയ്യോ ടീച്ചറെ കൂടി വരികയാണല്ലോ ഓരോ ദിവസം ചെല്ലുന്തോറും. ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ തന്നെ ടീച്ചർ അത് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ വലിയ കുട്ടികളായി വരികയല്ലേ. ഓരോരോ അക്ഷരങ്ങൾ പഠിച്ച് ആദ്യം ഒരക്ഷരം നിങ്ങൾക്ക് അറിയണ്ടായുള്ളൂ, ഇപ്പോൾ 2 അക്ഷരമായി, പിന്നെ 3 അക്ഷരം, ഒരുപാട് അക്ഷരങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ തവണ ചെല്ലുമ്പോഴും നിങ്ങൾ ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളൊക്കെ തന്നെയാണ്, പക്ഷെ പഠിച്ച് അറിവിൽ വലിയ കുട്ടികളാവുകയാണ് അല്ലേ. അപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് അറിവ് പഠിച്ച് വരാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 അക്ഷരങ്ങൾ ടൂലൈനിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എ ഐ ഏതൊക്കെയാണ്? എ ഐ ഇത് 3ഉം അല്ലേ. ഇത് നമുക്ക് കണ്ടിട്ട് ഏകദേശം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും അല്ലേ. എ എഴുതുന്ന പോലെ തന്നെ ഐ നമുക്ക് എഴുതാൻ പറ്റും. ഒരു ചിഹ്നം ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിലും ഒരു കുനിപ്പ് വരുന്നു അല്ലേ, 2 കുനിപ്പായിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ എഴുതാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ടൂലൈനിൽ എഴുതാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ 3 അക്ഷരമായിട്ട് എടുത്തത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം നമുക്ക് എ എഴുതാം. എന്താണ്? എ എഴുതാം. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ടൂലൈനിൽ എഴുതുമ്പോൾ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എഴുതാനുള്ളതാണ്. ഓക്കെ, നോക്കുക. ഇവിടെ നിന്ന് എടുക്കുക. നമ്മൾ എ ഓൾറെഡി പഠിച്ചതാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വരെ വന്നാൽ മതി. മേലെ ലൈനിൽ ഇപ്പോൾ ഈ ലൈൻ, ഈ വരയ്ക്കുന്ന ഈ ഭാഗം മേലെയുള്ള ലൈനിൽ ടച്ച് ചെയ്യണ്ട. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്ന് താഴേക്ക് വരണം. കണ്ടാ, ടൂലൈൻ്റെ താഴേക്ക് വന്നിട്ട് ഈ ഭാഗമാണ് ടച്ച് ചെയ്യേണ്ടത്. കണ്ടാ, ഈ ഭാഗമാണ് ടൂലൈനിൻ്റെ മേലെ ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇവിടെ വന്ന് അവസാനിപ്പിക്കണം. കണ്ടോ, ടൂലൈനിൽ എഴുതാൻ പഠിച്ചോ? എ നമ്മൾ ടൂലൈനിൽ എഴുതാൻ പഠിച്ചു. ഒന്നുകൂടെ താഴേന്ന് തുടങ്ങുക, ഇങ്ങനെ എഴുതുക, ഇവിടെ വരെ വന്നാൽ മതി. ശേഷം താഴേക്ക്, കണ്ടോ, ഈ ഭാഗം താഴേക്ക് വന്നിട്ട് മേലേക്ക് പോകുമ്പോൾ ഇത് മേലെ ടച്ച് ചെയ്ത് ഇവിടെ വന്ന് അവസാനിപ്പിക്കണം. കണ്ടോ, ഈ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. കണ്ടോ, ശ്രദ്ധിച്ചോ? ടീച്ചർ ഒന്നും കൂടെ എഴുതാം, അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ടൂലൈൻ കുറച്ചും കൂടെ വലുതാക്കി വേണമെങ്കിൽ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതാണ് ടൂലൈൻ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും വലിയൊരു ടൂലൈൻ സ്പേസ് ഇട്ട് വരച്ചിരിക്കുന്നത്. നോക്കുക, ഇതുപോലെ തന്നെ നമ്മൾ എഴുതുക. പാ എഴുതുന്നില്ലേ, അതേപോലെ എഴുതുക. കണ്ടോ, ഇവിടെ വരെ വന്നാൽ മതി. ഓക്കെ, താഴേക്ക് അതുപോലെ തന്നെ വന്ന് ഇവിടെ താഴേക്ക് വരിക. കണ്ടോ, ഇത് ഈ ഭാഗമാണ് മേലെ ടച്ച് ചെയ്യേണ്ടത്. ശേഷം ഇവിടെ വന്ന് അവസാനിപ്പിക്കുക. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും സ്പേസ് ഇട്ട് ടൂലൈൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ടൂലൈനിൽ എ എഴുതേണ്ടത്. ഓക്കെ, ഇനി എ പഠിച്ചു കഴിഞ്ഞില്ലേ? എ ടൂലൈനിൽ എഴുതാൻ പഠിച്ചില്ലേ? വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എഴുതാം. നോക്കുക കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങുക, ഇങ്ങനെ പോവുക, മേലെ ടച്ച് ചെയ്യണ്ട. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇവിടെ വന്ന് അവസാനിപ്പിക്കുക. കണ്ടാ, എ കണ്ടാ,
എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകണ്ട. ഇവിടെ ഇവിടെ നമുക്ക് വേണ്ട, മനസ്സിലായോ? ഇവിടെ നമുക്ക് സ്പേസ് ഇടണം. ഇവിടെ നമ്മൾ ടച്ച് ചെയ്യരുത്, ഉണ്ടോ? ഇവിടെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എ എന്നുള്ളത് പഠിക്കാം. ഓക്കെ, എ എങ്ങനെയാണ് അടുത്ത അക്ഷരം. അപ്പം നമ്മൾ എ പഠിച്ചു അല്ലേ? ശ്രദ്ധിച്ചിരുന്നാൽ മതി, കിട്ടും. അടുത്ത നമുക്ക് എ പഠിക്കാം. നമ്മൾ എ പഠിച്ചു. ഇപ്പോൾ ഇനി അടുത്തത് നമുക്ക് എ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് പഠിക്കാം. ഓക്കെ, നോക്കാം. അതുപോലെ തന്നെ എഴുതുക. ഇങ്ങനെ വരിക, ഇങ്ങനെ എടുക്കുക, ടച്ച് ചെയ്യണ്ട. താഴേക്ക് ഇങ്ങനെ എടുത്ത് ഈ ഭാഗം മാത്രം ടച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വരിക, താഴേക്ക് ഇങ്ങനെ എടുക്കുക. കണ്ടോ? കണ്ടോ? ഇങ്ങനെയാണ് 2 ലൈനിൽ എ എന്ന അക്ഷരം, സ്വരാക്ഷരം എഴുതേണ്ടത്. ഒന്നും കൂടെ എഴുതി കാണിക്കാൻ ടീച്ചർ. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. 2 ലൈൻ ടീച്ചർ ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. 2 ലൈനിൽ അത്രയും സ്പേസ് വേണ്ട, കണ്ടോ? ഇത്രയും സ്പേസ് ഒന്നും 2 ലൈനിൽ ശരിക്കും വേണ്ട. പക്ഷെ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാകാൻ, അക്ഷരങ്ങളുടെ അകലം മനസ്സിലാകാൻ 2 ലൈനിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് വേണം എന്ന് മനസ്സിലാക്കാനാണ് ടീച്ചർ ഇത്രയും സ്പേസ് ഇട്ടിട്ട് 2 ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിന്ന് തുടങ്ങുക, ഇങ്ങനെ എഴുതുക, ഇവിടം വരെ. കണ്ടോ? ഇവിടം വരെ പോയാൽ മതി. ശേഷം ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ വരിക, പിന്നെ ഇവിടെ വന്ന് അവസാനിപ്പിക്കും. കണ്ടോ? ഇതാണ് എ. എന്താണ്? എ. ഒന്നും കൂടെ എഴുതാം. നോക്കുക. സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഇങ്ങനെ എഴുതുക. മേലെ മുട്ടരുതിട്ട്. ഇപ്പോൾ ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് ഈ ഭാഗം മേലെ ടച്ച് ചെയ്യണം. ഇങ്ങനെ ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. കണ്ടോ? ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇത് അവസാനിപ്പിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് 2 ലൈനിൽ എഴുതേണ്ടത്. കിട്ടിയോ? ഓക്കെ, ഇനി ഐ നമുക്ക് എഴുതാം. ഐ എഴുതിയാലോ? ഐ എഴുതാം അടുത്തത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എ എങ്ങനെ എഴുതിയോ അതുപോലെ എഴുതുക. ചിഹ്നം വേണമെന്ന് മാത്രം. അത്രേ ഉള്ളൂ ഐ പഠിക്കുമ്പോൾ. ഓക്കെ, നോക്കാം. അതും ടീച്ചർ സ്പേസ് ഇട്ടിട്ട് 2 ലൈൻ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം കേട്ടോ. ഇവിടം വരെ പോയാൽ മതി. താഴേക്ക് പോരുക, ഇവിടെ ടച്ച് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. ഇതെന്തായി? എ ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി ഐ എന്നത് എഴുതണം. ഏതാക്ഷരമാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്? ഐ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഈ ചിഹ്നമാണ് ഇവിടെ എഴുതുന്നത്. കണ്ടാ? കണ്ടാ? ഇതേതാണ് അക്ഷരം? ഏതാണ് സ്വരാക്ഷരം? ഐ. കിട്ടിയില്ലേ? എളുപ്പമല്ലേ? അതുകൊണ്ടാണ് ടീച്ചർ 3 അക്ഷരം പഠിപ്പിച്ചത്. എളുപ്പമാണോ? പറ. എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കൊന്നും കൂടെ ടീച്ചർ 2 ലൈൻ വരയ്ക്കാം. നോക്കുക കേട്ടോ. സ്പേസ് ഇട്ടിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് തുടങ്ങുക. എ തന്നെ എഴുതാം. കണ്ടോ? മേലെ ടച്ച് ചെയ്യണ്ട, പകുതി വെച്ച് നിർത്തുക. എന്നിട്ട് ഇങ്ങനെ വന്ന് ഈ ഭാഗം മേലെ ടച്ച് ചെയ്ത് ഇവിടെ നിർത്തുക. കണ്ടോ? ഇത് എ. ഇനി ഐ ആവണമെന്നുണ്ടെങ്കിൽ ഈ ചിഹ്നം ചേർക്കാം നമുക്ക്. ഓക്കെ, കണ്ട? ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഇതെന്തായി? ഐ. ഓക്കെ, 2 ലൈനിൽ എഴുതാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. വിചാരിക്കല്ല, പഠിച്ചു. ഓക്കെ, പഠിക്കണം. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ നന്നായിട്ട് പഠിക്കുമെന്ന് ടീച്ചറിന് അറിയാം. ഒന്നുകൂടെ
ടീച്ചർ ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കണം. ഓക്കെ, കണ്ണിങ്ങനെ ചിമ്മരുത്, നോക്കിയിരിക്കുക. അപ്പോൾ കിട്ടും. നോക്കുക, ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ പോയാൽ മതി. ശേഷം താഴേക്ക് വന്ന് ഇതിവിടെ ടച്ച് ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കുക. ഇതൊപ്പം നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഈ ചിഹ്നം ഇങ്ങനെ കൊടുക്കണം. അതെന്തായി? ഈ ചിഹ്നം കൊടുക്കുമ്പോൾ എന്തായി? ഈ ചിഹ്നം 2 ലൈനിലും ഇവിടെ ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ടച്ച് ചെയ്യണം. ഇത് ഏതക്ഷരമാണ്? ഐ. ഏതക്ഷരമാണ്? ഐ. ഇനി നമുക്ക് ഈ 3 അക്ഷരങ്ങളും ഒരുമിച്ച് നമുക്ക് എഴുതാം 2 ലൈനിൽ. ഓക്കെ, ടീച്ചർ പെട്ടെന്ന് മാറ്റുന്നത് വെച്ച് ടെൻഷൻ അടിക്കണ്ട. 3 എണ്ണം കൂടെ എഴുതുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാക്കാം. നോക്കാം കേട്ടോ. നോക്കുക, എ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എ ഐ എങ്ങനെ 2 ലൈനിൽ എഴുതാമെന്ന് നമ്മൾ ഓരോന്ന് വീതം പഠിച്ചു. ഇനി അത് നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. ഒരുമിച്ച് എഴുതുമ്പോഴും നമുക്ക് കിട്ടണ്ടേ? എപ്പോഴും ഓരോന്നോരോന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു വാക്കൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ 2, 3 എയും ഐയും ഒക്കെ വന്ന് എന്ത് ചെയ്യും? ഒരുമിച്ച് എഴുതാൻ പഠിക്കണ്ടേ? വായു നോക്കുക. ആദ്യം നമ്മൾ എ ആണ് എഴുതാൻ പോകുന്നത്. ആദ്യം നമ്മൾ എ ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. നോക്കുക, കണ്ട, ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ വന്ന് അവസാനിപ്പിക്കണം എ. ഓക്കെ, ഇനി നമ്മൾ എ ആണ് എഴുതാൻ പോകുന്നത്. അടുത്തത് എ ആണ് എഴുതാൻ പോകുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരിക, മേലെ ടച്ച് ചെയ്യുക, ഇവിടെ കുനിപ്പ് കൊടുക്കുക, ഇവിടെ അവസാനിപ്പിക്കുക. കണ്ടോ? എ എഴുതി, എ എഴുതി. ഇനി അടുത്തത് ഐ എഴുതാം നമുക്ക്. ഓക്കെ, എ തന്നെ എഴുതുക. കണ്ട, കണ്ട, എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ചിഹ്നം ഇവിടെ കൊടുക്കണം. കണ്ട, ഇതാണ് ഐ. ഓക്കെ, കിട്ടിയില്ലേ? കിട്ടിയോ? ഒന്നും കൂടെ നമുക്ക് എഴുതാം, അപ്പൊ കിട്ടും. നോക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ നിന്ന് തുടങ്ങുക, ഇങ്ങനെ എഴുതുക, ഇവിടെ വന്ന് ഇവിടെ മാത്രം ടച്ച് ചെയ്യുക, ഇവിടെ വന്ന് അവസാനിപ്പിക്കുക. ഇതാണ് എ. അടുത്ത അക്ഷരം കണ്ട, ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുനിപ്പ് വരിക, ടച്ച് ചെയ്യരുത് ഇപ്പോൾ ലൈനിൽ. എന്നിട്ട് ഇവിടെ കണ്ട, ലൈനിൻ്റെ പുറത്തേക്ക് എടുക്കണം, താഴേക്ക് എടുക്കണം. കണ്ട, ഈ ഭാഗം താഴെയല്ലേ, അപ്പോൾ ഇതിൻ്റെ ഭാഗം കുറച്ച് താഴെ വരണം. അതാണ് എ. അടുത്ത നമുക്ക് എടുക്കാം, ഐ എടുക്കാം. ഓക്കെ, നോക്കുക, ഇത് കണ്ടോ? എ തന്നെ എഴുതുക. സോറി ഒരു മിനിറ്റ്, ശ്രദ്ധിക്കുക. ഇവിടെ എടുക്കുക, ഇങ്ങനെ എഴുതുക, ഇവിടം വരെ. കണ്ടോ? ടീച്ചർ പറഞ്ഞു ടച്ച് ചെയ്യണ്ട. ഇങ്ങനെ വരിക, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എ നമ്മൾ എഴുതി, ഈ ചിഹ്നം കൂടെ നമ്മളൊന്നിവിടെ കൊടുക്കണം. കണ്ടോ? ഈ ചിഹ്നം കൂടെ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തക്ഷരമായി ഇത്? ഐ. എന്തായി? ഐ. പഠിച്ചോ? ഇവരെ ടച്ച് ചെയ്യരുത്, ഈ കുനിപ്പൊക്കെ വരുന്നത് കണ്ടോ? എ എഴുതാൻ നമ്മൾ പഠിച്ചു അല്ലേ? നോക്കുക, കണ്ടോ? ഇവിടെ ടച്ച് ചെയ്യണ്ട, ഇവിടേക്ക് വരിക, ഈ ഭാഗമാണ് ടച്ച് ചെയ്തത്. പിന്നെ താഴെ വരുമ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കണം. അതുപോലെ തന്നെ എ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ താഴേക്ക് വരിക, ഈ ഭാഗം ടച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ കുനിപ്പ് ഉണ്ടാവും, ഇങ്ങനെ അവസാനിപ്പിക്കും.
ഐ വരുമ്പോൾ എ തന്നെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനൊരു ചിഹ്നം കൊടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനൊരു ചിഹ്നം കൊടുക്കണം. അപ്പം എന്തായി? ഐ. എ ഐ. നമ്മൾ 3 അക്ഷരങ്ങളും എങ്ങനെ 2 ലൈനിൽ എഴുതാം എന്ന് പഠിച്ചു. നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് എഴുതി ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ശുഭദിനം.